UK വീണ്ടും നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് പോവാം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എന്നൊരു അപ്പം പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഡോക്ടറേറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഈ പറഞ്ഞ ഏജൻസികൾ അന്നും പ്രശ്നമാണ്. 2017 ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും ആപ്ലിക്കേഷൻ ഇടുന്നു, പിന്നെ നമുക്ക് ഇന്റർവ്യൂ ഒന്നും വരുന്നില്ല, യാതൊരു തരത്തിലുള്ള അപ്ഡേഷനും നടക്കുന്നില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെ വേറെ വഴിയില്ല, എൻ്റെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു കണക്ഷൻ വരുന്നു. ഞാൻ തന്നെ മെയിൽ അയച്ചിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നു. ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു. പിന്നെ വിസയ്ക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നു. ഒറ്റയ്ക്ക് ചെയ്യാണ്. പിന്നെ ഏജൻസി ആവശ്യമാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഇത് ഗ്രാജുവലി ഇത് പഠിക്കുകയാണ്, അത് എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അങ്ങനെ പിന്നെ അഡ്മിഷൻ കിട്ടി, വീണ്ടും ബാക്ക് ടു യുകെയിലേക്ക് പോകുന്നു. അവിടെ മുതലാണ് ഒരു കൺസൾട്ടൻസി എന്ന് പറയാൻ, അപ്പോഴും അങ്ങനെ ഒരു ചിന്തയില്ല, പക്ഷെ ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യത്തിലൂടെ എത്തിയേ പറ്റത്തുള്ളൂ എന്നൊരു തോന്നലുണ്ട്. കാരണം കുറെ വർഷം ഇതിങ്ങനെ പോവാണ്, നമ്മളെ ടൈമും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ വീണ്ടും ഞാൻ ബർഗർ കിങ്ങിൽ തന്നെ തിരിച്ചു കയറുന്നു. എൻ്റെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ ജോലി ചെയ്യുന്നു, അതാണ് എൻ്റെ ലോകം. ബർഗർ കിങ്ങിൽ ഏറ്റവും നമ്മളെ ഒരു രാജാവിനെ പോലെ നിൽക്കുകയാണ്. അപ്പം അവിടെ വീണ്ടും വർക്ക് ചെയ്യുന്നു. മറ്റൊരു സാഹചര്യം, ഞാൻ സ്റ്റുഡൻറ് വിസ സ്റ്റാറ്റസിലായതുകൊണ്ട് തന്നെ നമുക്കൊരു ടൈമുണ്ട്, ഇത്രയും ടൈമിൽ 20 hours നമുക്ക് ലീഗലി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഒരു മാനേജർ പൊസിഷനിലോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു സാഹചര്യം വരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു, ഞാൻ ക്വിറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ നിന്ന് ഒരു കംഫർട്ട് സോണിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എൻ്റെ സാധ്യതകളെ പറ്റി ഞാൻ പോയത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഡോക്ടറേറ്റ് എടുക്കാനായിട്ടാണ്. അപ്പം ഇതിൻ്റെ സാധ്യതകളെ പറ്റി ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. PhD ഞാൻ പോകുന്നു, പ്രൊഫസറിന്റെ മുമ്പിൽ പോകുന്നു, ഞാൻ എൻ്റെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നു, അത് അങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ അത് മാത്രം പോരല്ലോ, എനിക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. അവിടെ നിന്ന് ഞാൻ കുറേ പാർട്ട് ടൈം ജോബുകൾ ചെയ്തു. ഈ പാർട്ട് ടൈം ജോബുകളിലൂടെ എല്ലാം ഞാൻ പഠിച്ചത് എങ്ങനെ പ്രാക്ടിക്കലി എനിക്ക് അപ്ലൈ ചെയ്യാം.